പ്രകടന പത്രികയെ വിമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവന വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നുഴഞ്ഞുകയറ്റക്കാർക്കിടയിൽ സമ്പത്ത് പുനർവിതരണം ചെയ്യുമെന്നായിരുന്നു മോദിയുടെ പ്രതികരണം. അലിഗഡിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ വിവാദ പ്രസംഗം. ഞാൻ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസും ഇന്ത്യൻ സഖ്യവും നിങ്ങളുടെ സമ്പാദ്യത്തിലും സ്വത്തുക്കളിലും കണ്ണുവെച്ചിട്ടുണ്ട്. അവരുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ ആരൊക്കെ എത്ര സമ്പാദിക്കുന്നു, ആർക്കൊക്കെ എത്ര സ്വത്തുക്കളുണ്ട്, നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും സ്വർണമുണ്ടെന്ന് അന്വേഷിക്കാൻ കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറയുന്നു. അത് സ്ത്രീകളുടെ ധനമാണ്. അത് പവിത്രമായി കണക്കാക്കപ്പെടുന്നു. നിയമവും അതിനെ സംരക്ഷിക്കുന്നു. ഇക്കൂട്ടരുടെ കണ്ണ് ഇപ്പോൾ സ്ത്രീകളുടെ മംഗളസൂത്രത്തിലാണ്. അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണം മോഷ്ടിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾക്ക് ഒരു പൂർവികരുടെ വീടുണ്ടെങ്കിലും ഭാവിക്കായി നഗരത്തിൽ ഒരു ചെറിയ ഫ്ളാറ്റ് വാങ്ങിയേക്കും. എന്നാൽ രണ്ടിലൊന്ന് അവർ എടുത്തുകൊണ്ടുപോകും എന്നായിരുന്നു മോദി പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രകടന പത്രികയിൽ സ്വത്ത് വിതരണത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. കോൺഗ്രസ് പ്രകടന പത്രിക പ്രധാനമായും സാമൂഹിക നീതിയും തുല്യതയും എന്ന വിഷയങ്ങളെയാണ് ലക്ഷ്യമിടുന്നത്. പ്രകടന പത്രികയിൽ ജാതികളും ഉപജാതികളും അവരുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളും കണക്കാക്കുന്നതിന് സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്തുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ സഖ്യം അധികാരത്തിലെത്തിയാൽ പട്ടികജാതി, പട്ടികവർഗ, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്കുള്ള സംവരണത്തിൽ സുപ്രീം കോടതി ഉത്തരവിട്ട 50% പരിധി എടുത്തുകളയുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി പാസാക്കുമെന്നും പാർട്ടി പറയുന്നു. മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ, പട്ടികജാതി, പട്ടികവർഗ, ന്യൂനപക്ഷങ്ങൾ എന്നിവയിൽ എത്ര പേർ ഉൾപ്പെടുന്നുവെന്ന് നിർണയിക്കാൻ രാജ്യവ്യാപക ജാതി സെൻസസ് നടത്തും. അതിനുശേഷം ഞങ്ങൾ സാമ്പത്തികവും സ്ഥാപനപരവുമായ സർവേ നടത്തും. സമ്പത്തിന്റെ വിതരണം ഉറപ്പാക്കാനുള്ള ചരിത്രപരമായ ചുവടുവെപ്പായിരിക്കും ഇത് എന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞത്. 48 പേജുള്ള പ്രകടന പത്രികയിൽ ഒരാളുടെ സ്വത്ത് തങ്ങൾ എടുത്തു മറ്റൊരാൾക്ക് നൽകുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല എന്നാണ് പ്രകടന പത്രിക കമ്മിറ്റിയിലെ പ്രധാന അംഗമായ പ്രവീൺ ചക്രവർത്തി ആണയിട്ട് പറയുന്നത്. ഞായറാഴ്ച രാജസ്ഥാനിലെ ബൻസ്വാരയിൽ നടന്ന റാലിയിലും മോദി സമാനമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. തന്റെ അവകാശവാദങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ രാജ്യത്തിന്റെ സ്വത്തുക്കളിൽ ആദ്യം അവകാശവാദം ഉന്നയിക്കുന്നത് ന്യൂനപക്ഷ സമുദായമാണെന്ന മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പരാമർശവും മോദി പരാമർശിച്ചിരുന്നു. BJPയുടെ എക്സ് അക്കൗണ്ടിലും മൻമോഹൻ സിംഗിന്റെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഏപ്രിൽ 5 പുറത്തിറക്കിയ തങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെ മോദി വളച്ചൊടിക്കുകയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പ്രകടന പത്രികയെക്കുറിച്ച് മോദിയെ പഠിപ്പിക്കാൻ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തോട് അപ്പോയിന്റ്മെന്റ് തേടിയതായും കോൺഗ്രസ് പറഞ്ഞു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുടെ പേരിൽ മോദി കോൺഗ്രസിനെ ആക്രമിക്കുന്നത് ഇതാദ്യമല്ല. കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ പ്രകടന പത്രികയിലെ മുസ്ലിം ലീഗിന്റെ മുദ്ര ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് മോദി രംഗത്തു വന്നിരുന്നു. ഇന്ത്യയെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങളുടെ ഓരോ പേജിലും കോൺഗ്രസ് അതിന്റെ പ്രകടന പത്രികയിൽ നുണകളുടെ കെട്ടുകൾ ഇറക്കി. സ്വാതന്ത്ര്യത്തിന് മുൻപ് മുസ്ലിം ലീഗിനുണ്ടായിരുന്ന ചിന്തകളെ ഇത് പ്രതിഫലിപ്പിക്കുന്നുവെന്നായിരുന്നു മോദി പറഞ്ഞത്. എന്നാൽ ഇതിനെതിരെയും കോൺഗ്രസ് രംഗത്തു വന്നു. പ്രകടന പത്രികയിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഉള്ള ഒരൊറ്റ പരാമർശം കണ്ടെത്താൻ കോൺഗ്രസ് നേതാക്കൾ BJPയെ വെല്ലുവിളിച്ചിരുന്നു. ഏതായാലും ഇതു കേട്ട് മൗനം പാലിക്കാനേ ഇനി മോദിക്കും കൂട്ടർക്കും കഴിയൂ.